ഹായ് അസ്സാം വലൈക്കും. പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡും പിന്നെ കുറച്ച് പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവൻ അയച്ച് കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. ഒരു 12 മണിക്കാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. കാര്യം എന്താ വെച്ചാൽ പുഡിങ്, ഫ്രൂട്ട് സലാഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണമല്ലോ. നമ്മളെ സൽക്കാരം രാത്രിയാണ്. അപ്പം കുറച്ച് തണുത്ത് സെറ്റാവാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നേരത്തെയാണ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പണിയും ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് അതിക്ക് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് 3.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കേട്ടോ. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. ഇത്രയും സംഭവങ്ങൾ ആണ് ഈ 1 ലിറ്റർ പാൽക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടായാലും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം പാൽപ്പൊടി ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറും കോൺഫ്ലോർ മാത്രം മതി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പാൽ എടുത്ത് വെച്ചില്ലേ, 1 ലിറ്റർ പാൽ നമ്മൾ കലക്കിയെടുത്ത ആ മിക്സ് ഈ പാൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അടുപ്പത്ത് ഇങ്ങനെ വെറുതെ വെച്ചതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും ഇതേപോലെ തന്നെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടായാലും അതൊക്കെ കൂടുതൽ ടേസ്റ്റാണെന്ന് മാത്രം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഫ്രൂട്ട് സലാഡിനും പുഡിങ്ങിനും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല മധുരം തന്നെ വേണമല്ലോ അതിനൊക്കെ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിക്കണ്. ഇനി അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമാണ് അതിനെടുക്കാനായിട്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആയാലും പിന്നെ അത്ര അടി പിടിക്കൂല. എന്നാലും വേണം നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് കുറുകി വരണം. നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡൊക്കെ കുറുക്കിയെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ കേട്ടോ. ഒന്നിങ്ങോട്ട് കുറുക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസോ അതോ പിസ്തൻ്റെതോ അതോ അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ പാത്രം കുറച്ച് വലിപ്പം കുറവായിപ്പോയി. എന്നാലും തിളച്ച് ചിന്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഓഫാക്കിക്കണ്. ഇത് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറും വേണം. ഇത്രയും ചൂട് വേണ്ട നമ്മളെ പരിപാടിക്കൊന്നും. അപ്പോൾ അവിടെ അങ്ങോട്ട് ചൂടാറട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു പൈനാപ്പിൾ എടുത്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിക്കണം കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് പുഡിങ്ങിനുള്ളതാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പുഡിങ്ങും ബ്രെഡ് പുഡിങ്ങും ഫ്രൂട്ട് സലാഡും അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഈ കൂഞ്ഞൊക്കെ കളയുന്നുണ്ട് കേട്ടോ. കൂഞ്ഞ് തന്നെയല്ലേ പറയുക, ഞങ്ങളിവിടെയൊക്കെ കൂഞ്ഞാണ് കേട്ടോ പറയൽ. അപ്പോൾ കൂഞ്ഞൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ നമ്മൾ നുറുക്കി വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനിക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രമാണ് ഏറ്റവും നല്ലത്. അടിക്ക് പിടിച്ചാതെ വെന്ത് കിട്ടണം. വെള്ളം ഒഴിച്ചെടുക്കാനും പാടില്ല കേട്ടോ. തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചേക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് വെച്ചേക്കാണ്. അവിടെ കിടന്ന് അങ്ങനെ വേട്ടെ. അപ്പോൾ അതിന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം വറ്റും വേണം, നല്ലോണം വെന്ത് കിട്ടും വേണം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കുകയാണ്. അതിൻ്റെ വെള്ളം നല്ലോണം ഇറങ്ങി വരുമേ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പൈനാപ്പിളൊക്കെ അവിടെ വെന്താണ് കേട്ടോ. അപ്പോൾ ഞാനിതായിക്ക്
1 ടേബിൾ സ്പൂണ് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇതിക്ക് ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാതൊക്കെയാണ് നല്ലത്. മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ കേട്ടോ. മിൽക്ക് മെയ്ഡിനൊരു ഒരു പിരിഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിരിഞ്ഞതുകൊണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും കാണാനൊരു ഭംഗി കിട്ടില്ലല്ലോ. അപ്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടില്ലെന്ന് തോന്നി. പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഒരു മിൽക്ക് മെയ്ഡ് ചേർക്കലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പുഡിങ്ങിന് ഉണ്ടാക്കിയ കൂട്ടിലൊക്കെ ചേർത്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഞ്ചസാര തന്നെ മതിയാവും. എന്നാലും എനിക്ക് അങ്ങനെയാണ് പുഡിങ് പിന്നെ ഫ്രൂട്ട് സലാഡ് പായസം ഇതിലൊക്കെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ എനിക്ക് തൃപ്തിയാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. അപ്പം എന്നാൽ നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് ബ്രെഡ് എടുത്തു കേട്ടോ. അതിൻ്റെ ആ വക്കുള്ള എന്താ പറയുക, ആ കരിഞ്ഞ വക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിൽ നിരത്തി വെച്ചെടുക്കണം കേട്ടോ. അപ്പം ഒരു ഒറ്റ ലെയറായിട്ടാണ് കേട്ടോ ഇപ്പോൾ വെച്ചെടുക്കണത്. അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ 2 ട്രേയിലും അങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ. ഈ 2 ട്രേയിലും ഞാൻ പിന്നെ ബ്രെഡ് പുഡിങ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിനെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് പാലും കോൺഫ്ലവറൊക്കെ ചേർത്തുണ്ടാക്കിയ അത് കുറച്ച് ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ അധികം ചൂടാറരുത് കേട്ടോ. ചെറിയൊരു ചൂടോടുക്കെ തന്നെ ബ്രെഡിൽ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 ട്രേയിലും ഇതിന് മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ബ്രെഡിൽ തന്നെ വെച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രെഡ് 2 ലെയറായിട്ടാണ് പുഡിങ് തയ്യാറാക്കുന്നത്. ആദ്യത്തെ ലെയർ ബ്രെഡ് വെച്ചെടുത്തതിന് ശേഷം മേലെ നമ്മളെ പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുത്തില്ലേ, അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം ഈ പുഡിങ്ങിന്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങും ഫ്രൂട്ട് സലാഡൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ നിൽക്കുന്നത്. ഇതിൻ്റെ മേലെ അതുപോലെ തന്നെ നട്ട്സൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതൊന്നും ചെയ്യണില്ല. ഞാൻ ലാസ്റ്റ് ടൈമിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുപോലെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. ലാസ്റ്റ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൈനാപ്പിൾ കൊണ്ടൊരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കും. അത്രയൊക്കെയാണ്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്നാലോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതാ അടുത്തായിട്ട് ഞാൻ ഒരു പുഡിങ് കൂടി റെഡിയാക്കട്ടെ. അപ്പം ഇവിടെയൊക്കെ ഒന്ന് ഉറ്റി വീണൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തതാണ്. പിന്നെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ട്രേയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിരത്തി ഇട്ടെടുത്ത് സ്പൂൺ കൊണ്ടൊക്കെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ബ്രെഡ് പുഡിങ്ങിന് ചെയ്ത പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല സിമ്പിളല്ലേ, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന്മേൽ ഇത്രേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഒറ്റ ലെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ. കൗണ്ടർ ടോപ്പ് പോലെ തന്നെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. അപ്പം എല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച പോലെ ഇതും ബ്രെഡ് പുഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഇത് മാറ്റി വെച്ചത്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തത് കേട്ടോ. വിപ്പിംഗ് ക്രീമൊക്കെ ഇനി എത്ര എടുക്കുക കേട്ടോ, അവനവൻ്റെ ഇഷ്ടം പോലെ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിക്ക് എന്തായാലും ഇത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പുഡിങ്ങിനും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് ബീറ്റ് ചെയ്തെടുക്കും പോലെ ടൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നോട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പുഡിങ്ങിനുള്ളതല്ലേ, അപ്പോൾ പിന്നെ അധികം ടൈറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒക്കെ ബീറ്റ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിക്കണ്. പിന്നെ ഞാൻ ഒരു പഴം ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ കേട്ടോ ഫ്രൂട്ട് സലാഡൊക്കെയുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓരോ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ പൈനാപ്പിൾ വേവിക്കാൻ വെച്ച ടൈമിൽ
പിന്നെ റുമ്മാൻ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിരിക്കണ്. അതുപോലെ തന്നെ ആപ്പിള് മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. കുരുവില്ലാത്ത കറുത്ത മുന്തിരി പച്ച മുന്തിരിയൊക്കെ എടുത്തത്. അപ്പോൾ ഇതാ ഫ്രൂട്ട് സലാഡ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനിതാ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുറച്ച് കുണ്ടുള്ളൊരു പാത്രമാണ് കേട്ടോ ഇതിനാവശ്യമുള്ളത്. ആ പരന്നുള്ള പുഡിംഗ് ട്രേ ഒന്നും എടുക്കരുത്, കുറച്ച് ആഴമുള്ളത് തന്നെ വേണം. അപ്പോൾ തന്നിക്ക് ഞാൻ ആ പഴം ചേർത്ത് കൊടുത്ത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കി അതും ചേർത്ത് കൊടുത്ത്, പിന്നെ ഇതാ റുമ്മാൻ, ആപ്പിള്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ മുന്തിരി കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിക്ക്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിച്ചുകൊണ്ട് നിന്നാൽ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊന്നും ഇതിൻ്റെ ഒരു കാര്യമില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ അതിലൊക്കെ അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. കസ്റ്റാർഡ് ഒന്നും വേണ്ട, പിന്നെ കുറച്ച് പാലും പിന്നെ കോൺഫ്ലോറും പഞ്ചസാരയും ഇട്ട് മാത്രം കുറുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ നമ്മളെ ഫ്ലേവറിന് വാനില എസൻസൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടി മിൽക്ക് മെയ്ഡൊന്നും നിർബന്ധമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ പുഡിങ്ങിനൊക്കെ ഒഴിച്ച് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മിക്സ് മുഴുവനായിട്ടും ഇനി ഈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പം മുഴുവനായിട്ടും ഇതിക്കാണ് ചേർത്ത് കൊടുത്തിക്കണത്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ മിക്സൊക്കെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയൊരു പാത്രത്തിലിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ട്രേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഒരുപാട് പാത്രങ്ങൾ കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ പാത്രത്തിൽ തന്നെ ഇട്ട് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആദ്യം സെറ്റാക്കിയെടുത്ത പുഡിങ്ങൊക്കെ ഒന്നും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീം ഈ പുഡിങ്ങിന് നിർബന്ധമൊന്നുമില്ല കാര്യമല്ല കേട്ടോ. ഞാൻ കയ്യിലിപ്പം ഉള്ളതായപ്പോൾ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. കാരണം ഫ്രൂട്ട് സലാഡിന് ആവശ്യമുണ്ട്, അപ്പം കുറച്ച് അധികം ബീറ്റ് ചെയ്തതാണ്. ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്നും കൂടി ടേസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ഇതൊക്കെ കേട്ടോ പുഡിങ്ങിന്. വെറും പാലും കോൺഫ്ലോറും മാത്രം ഉണ്ടായാലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ സൽക്കാരമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആക്കാനല്ലേ നോക്കുക. അപ്പം സാധാ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊക്കെ മതിയാവും. അപ്പോൾ അത് സൽക്കാരമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി റിച്ചാക്കി ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ 3 പുഡിങ്ങിൻ്റെ മേലെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചെടുത്തു. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. പുഡിങ്ങൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടി റെഡിയാക്കി വെച്ചില്ലേ ആ ഫ്രൂട്ട്സിൻ്റെ മിക്സൊക്കെ. അപ്പോൾ ഞാൻ അതും എടുത്ത് വെച്ചിട്ട് അതിലേക്കും കൂടി കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഈ ഒരു ഫ്രൂട്ട് സലാഡ്ക്ക് വേണം കേട്ടോ. ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടായാൽ ഒരുപാട് അധികം ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നമ്മളെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിനേക്കാളും ഒരുപാട് കൂടുതലായിട്ട് തന്നെ ടേസ്റ്റ് എന്ന് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഞാൻ ഇവിടുന്ന് കഴിച്ചോ കിട്ടില്ല, ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് നിങ്ങൾക്ക് ചിലപ്പോൾ റംല കിച്ചണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത് എൻ്റെ സ്വന്തമായിട്ടൊരു ഐഡിയയിൽ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുഡിങ്ങും ഫ്രൂട്ട് സലാഡും ഒക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിന്. ഇപ്പോൾ സമയം 1 മണി 1:15 ആയിക്കണം ഇപ്പോൾ കേട്ടോ. ഇനിതാ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ അടുക്കളയ്ക്ക് വരുന്നത് കേട്ടോ, വൈകുന്നേരം. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നീളത്തിൽ കട്ടില്ലാതെ കുറച്ച് ചിക്കൻ അങ്ങനെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അതിനോണ്ടൊരു ഐറ്റം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പി കാണിക്കണില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഒരുപാട് അങ്ങോട്ട് പോകും. അപ്പോൾ കാണാൻ നിങ്ങളാരും ഉണ്ടാവില്ല, നിങ്ങളൊക്കെ അടിച്ച് വിട്ടങ്ങനെ പോകും. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കില്ല. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച്
ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറും ഫ്രൈഡ് റൈസും അതൊക്കെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പി ഞാനങ്ങനെ കാണിക്കണില്ല. ഒരടുപ്പത്ത് ഞാൻ ഈ ചിക്കൻക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ. ചുവന്ന മുളക് കുറച്ച് വെള്ളത്തിൽ വെച്ചതാണ്, ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആരെയാണ് സൽക്കരിക്കണമെന്ന് പറഞ്ഞില്ലല്ലേ. അപ്പോൾ സിനുവിൻ്റെ ഇമ്മ, സിനുവിൻ്റെ മേമ ഓലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഉംറക്ക് പോകുന്ന ടൈമിൽ ഓലൊക്കെ ഒന്ന് സൽക്കരിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയാത്തതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ വൈകി പോയതാണ്. കാരണം നമ്മളെ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖം വരികയാണ് കേട്ടോ. നമുക്കുണ്ടാവില്ല ഇടയ്ക്കൊരു അസുഖങ്ങളൊക്കെ, അതേപോലെ ഫോണിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അസുഖം വന്നതാണ്. അതുകൊണ്ട് എഡിറ്റിങ്ങും വീഡിയോ ഇടലും ഒക്കെ ഒന്ന് വൈകി. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയതാണ്. അങ്ങനെ മഗ്‌രിബിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ വിരുന്നുകാരൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള ജ്യൂസൊക്കെ കൊടുക്കട്ടെ. പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ദാ സിനു ജ്യൂസൊക്കെ എടുക്കുന്നുണ്ട്. നീലനിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ. അങ്ങനെ ഇതാ ഫുഡൊക്കെ ടേബിളിൽ റെഡി ആക്കി വെച്ചിരിക്കണ്. പിന്നെ ബ്രോസ്റ്റ് പാർസൽ ആക്കിയതാണ് കേട്ടോ. അല്ലാത്തൊക്കെ നമ്മൾ ഇവിടെ തന്നെ റെഡി ആക്കി എടുത്തു. അങ്ങനെ ഇതാ ഒരു ചോറ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്നില്ല കേട്ടോ, ചോറ് നിന്നതൊന്നും. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞൂസും പിന്നെ നമ്മളെ ഇമ്മൂൻ്റെ കുട്ടിയൊക്കെയാണ് കേട്ടോ. കുഞ്ഞുമോൻ്റെ 2 പെങ്ങന്മാരുണ്ട് ഇവിടെ, അതുപോലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു 10-25 ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ചോറ് നിലക്കൊലത് കഴിഞ്ഞിണഞ്ഞ് നമ്മളെ പുഡിങ്ങും ഫ്രൂട്ട് സലാഡൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മളെ ഈ പുഡിങ്ങല്ല ഫ്രൂട്ട് സലാഡ് നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ഉണ്ടാക്കാത്തവരും വരേണ്ട, ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഒരു വട്ടെങ്കിലും. പിന്നെ ഞങ്ങൾ ഈ രീതിയിൽ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതാ ഉമ്മയാണ് കേട്ടോ. ഉമ്മ ഒരുപാട് കാലമായി ഇങ്ങോട്ട് വന്നിട്ട്, കല്യാണത്തിന് വന്ന് പോയതായിരിക്കും, പിന്നെ വന്നിട്ടില്ല. പിന്നെ വാപ്പാൻ്റെ അസുഖവും മരണവും ഒക്കെ ആയിട്ട് പിന്നെ ഉമ്മ ഇതേലൊക്കെ കേട്ടോ. ഇത് ഇവിടുത്തെ കുഞ്ഞുമോൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇതാ വിരുന്നേരതൊക്കെ കഴിഞ്ഞിട്ടോ. ഓലൊക്കെ നീച്ച് പിന്നെ ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഓൾക്ക് സീറ്റ് പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ലൈക്ക് കൊടുത്തതിൻ്റെ ശേഷം എല്ലാവരും ഒന്ന് ഷെയർ ആക്കുക കേട്ടോ.